അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഞാൻ ഈ വീഡിയോയിലെത്തിയിട്ടുള്ളത് അതിസുപ്രധാനമായ ഒരു ലേഖനം ഇന്നത്തെ ചന്ദ്രികയിൽ ഇന്ന് വന്ന ആ ചന്ദ്രികയിൽ വന്നിട്ടുള്ള ലേഖനമാണ്. ഇന്നത്തെ ജൂലൈ 20 ഞായറാഴ്ചത്തെ ചന്ദ്രികയിലെ നിരീക്ഷണം പേജിൽ വന്നിട്ടുള്ള ഒരു ലേഖനം. ഏറ്റവും സുപ്രധാനമായ ഒരു ലേഖനം എന്നുള്ള നിലയ്ക്ക് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കുകയാണിത്. ബഹുമാന്യനായ നൗഷാദ് റഹ്മാനി മേൽമുറി എഴുതിയിട്ടുള്ള ഗസ കുറ്റകരമായ നിസ്സംഗത എന്ന തലക്കെട്ടിൽ എഴുതിയിട്ടുള്ള ഒരു ലേഖനമാണ്. ഞാൻ ആ ലേഖനം നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കുകയാണ്. ഇസ്രായേലിൻ്റെ തുല്യതയില്ലാത്ത ക്രൂരത ഗസയിൽ തുടരുകയാണ്. കുഞ്ഞുങ്ങളെ അടക്കം പട്ടിണിക്കിട്ട് കൊല്ലുന്നു. ഗസയിലേക്ക് നീളുന്ന സഹായഹസ്തങ്ങളെ തട്ടിമാറ്റിയാണ് ഇസ്രായേൽ പട്ടിണിയെ ആയുധമാക്കുന്നത്. വല്ലപ്പോഴും ലഭിക്കുന്ന ഭക്ഷണത്തിനു വേണ്ടി വരി നിൽക്കുന്നവരെ വെടിവെച്ച് കൊല്ലുന്ന കണ്ണിൽ ചോരയില്ലാത്ത ചെയ്തികളിൽ സംതൃപ്തി കണ്ടെത്തുകയാണ് സയനിസ്റ്റ് സൈന്യം. ഭക്ഷണം കഴിക്കാനുള്ള ആർത്തിയോടെ പാത്രങ്ങളുമായി നിൽക്കുന്ന വിശന്ന് വയറൊട്ടിയ കുട്ടികൾക്ക് നേരെ നിറയൊഴിക്കുന്ന സൈനിസ്റ്റ് ഭീകരർ ക്രൂരതയുടെ അതിർവരമ്പുകളെല്ലാം ലംഘിച്ചിരിക്കുന്നു. വെള്ളം ശേഖരിക്കാൻ കാത്തുനിന്ന കുട്ടികളടക്കമുള്ള കൂട്ടത്തിലേക്ക് വ്യോമാക്രമണം നടത്തി നിരവധി പേരെ വധിച്ചു. കുട്ടികളുടെ ജനനേന്ദ്രിയം ലക്ഷ്യമാക്കി വെടിയുതിർക്കുന്ന ഇസ്രായേൽ സൈന്യത്തിൻ്റെ കൊടും ക്രൂരതയുടെ വാർത്തകളും വന്നുകൊണ്ടിരിക്കുന്നു. ഏതെല്ലാം വിധത്തിൽ കുട്ടികളും സ്ത്രീകളടങ്ങുന്ന ഫലസ്തീനികളെ പിച്ചിച്ചീന്താമോ അതെല്ലാം പരീക്ഷിക്കുകയാണ് ഇസ്രായേലിൻ്റെ കൊടുംഭീകരരായ സൈനികർ. ലോകം ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു. ഐക്യരാഷ്ട്രസഭയ്ക്ക് ഒന്നും ചെയ്യാനാവുന്നില്ല. ലോക പോലീസ് ചമയുന്ന അമേരിക്ക ഇസ്രായേലിന് എല്ലാ പിന്തുണയും നൽകിക്കൊണ്ടിരിക്കുന്നു. കുറ്റകരമായ മൗനം ലോകം എന്ന് വെടിയുന്നുവോ അന്ന് മാത്രമേ ഇസ്രായേലിൻ്റെ അഹങ്കാരത്തിന് പ്രഹരമേൽക്കൂ. കൊന്നുതള്ളുന്ന ക്രൂരത ചിലരെ ഭ്രാന്തന്മാരാക്കിയിരിക്കുന്നു. ഐറിഷ് സാഹിത്യകാരൻ ബ്രാം സ്റ്റോക്കറിൻ്റെ രക്തകൊതിയനായ ഡ്രാക്കുള ഇന്ന് പല രാഷ്ട്രത്തലവന്മാർക്കും ചേർന്ന കഥാപാത്രമാണ്. കുഞ്ഞുങ്ങളും സ്ത്രീകളും വൃദ്ധരും യുവാക്കളുമെല്ലാം കൈകാലുകൾ തെറിച്ച് ശരീരം ചിന്നിച്ചിതറി ചോര തെറിച്ച് കൊല്ലപ്പെടുമ്പോൾ അരമനയിലിരുന്ന് ആസ്വദിക്കുന്ന മനസ്സ് എത്രത്തോളം മൃഗീയവും ക്രൂരവുമായിരിക്കും. ഒന്ന് വിരലിനൊടിച്ചാൽ നിന്നുപോകുന്ന യുദ്ധങ്ങളെ ദുരഭിമാനവും ദുർവാശിയും അഹമഹിമയും നിമിത്തം കാലങ്ങളോളം നീട്ടിക്കൊണ്ടുപോകുന്ന രാഷ്ട്രീയ തലവന്മാരെ തുലനപ്പെടുത്താൻ പറ്റിയ മറ്റു കഥാപാത്രങ്ങളുണ്ടോ? നീതിയുടെ കൂടെ പാറ പോലെ ഉറച്ചു നിൽക്കുക എന്നതാണ് മനുഷ്യത്വത്തിൻ്റെ അടയാളമെങ്കിലും സ്വാർത്ഥത തളം കെട്ടി നിൽക്കുന്ന കാലത്ത് അങ്ങനെ കരുതുന്നതാണ് അപരാധം. ഫലസ്തീനിൻ്റെ ചരിത്രം വസ്തുനിഷ്ഠമായി ഇന്നും നിലനിൽക്കുന്നുണ്ട്. നീതി ആരുടെയും പക്ഷത്താണെന്നത് പകൽ വെളിച്ചം പോലെ വ്യക്തമായതാണ് താനും. അനീതിയുടെ പിടിച്ചുപറിയുടെ ആക്രമണത്തിൻ്റെ വിഷബീജത്തിലൂടെ 1948 രൂപീകരിക്കപ്പെട്ട രാജ്യമാണ് ഇസ്രായേൽ. പിറന്ന മണ്ണിനു വേണ്ടി പൊരുതുന്നവരാണ് ഫലസ്തീനികൾ. അവിടെ കുട്ടികൾ പിറന്നു വീഴുന്നത് പോരാട്ട വീര്യമുള്ള മണ്ണിലേക്കാണ്. നിലനിൽപ്പിൻ്റെ പോരാട്ടം കുട്ടികളെ പോലും സ്വാധീനിച്ചിരിക്കുന്നു. ഏത് നിമിഷവും കൊല്ലപ്പെടാമെന്ന ചിന്തയോടെയാണ് കുഞ്ഞുമക്കൾ വളർന്നു വരുന്നത്. മരിച്ചാൽ തിരിച്ചറിയാൻ പ്രയാസപ്പെടരുതെന്ന് നനച്ച് കുഞ്ഞിക്കൈകളിൽ അവർ പേരെഴുതി വെക്കുന്നത് പുതുമയുള്ള കാഴ്ചയല്ല. ലോകരാഷ്ട്രങ്ങൾ നിലയുറപ്പിക്കേണ്ടത് നീതിയുടെ പക്ഷത്തല്ലേ? പിന്നെയും എന്തിനാണ് നിസ്സംഗത? നിരപരാധികളുടെ ദേഹത്തും സ്വദേശത്തും അക്രമപരമായി കൈവെക്കുമ്പോൾ അരുതെന്ന് പറഞ്ഞ്
കൂടെ നിൽക്കാനാണ് ലോകരാഷ്ട്രങ്ങൾ ശ്രമിക്കേണ്ടത്. എന്നാൽ കുറ്റകരമായ നിസ്സംഗത അവർ തുടരുകയാണ്. ക്രൂരത മനുഷ്യരൂപം പൂണ്ടാൽ എങ്ങനെയിരിക്കുമെന്ന് കാണിച്ചു തരികയാണ് ബെഞ്ചമിൻ നെതന്യാഹുവും ഡൊണാൾഡ് ട്രംപുമെല്ലാം. ഏകപക്ഷീയമായി ആക്രമണത്തെ അവർ യുദ്ധമായി ചിത്രീകരിക്കുന്നു. യുദ്ധത്തിനുമുണ്ടല്ലോ ചില നിയമങ്ങൾ. അതെല്ലാം കാറ്റിൽ പറത്തി മനുഷ്യത്വത്തിൻ്റെ അംശം പോലും ഉള്ളിൽ ശേഷിക്കാത്തവരെ പോലെയാണ് ഈ രാഷ്ട്ര നേതാക്കൾ പെരുമാറുന്നത്. സ്ത്രീകളെയും കുട്ടികളെയും വൃദ്ധരെയും നിരപരാധികളെയും യുദ്ധസമയത്ത് പ്രത്യേകം പരിഗണിക്കണമെന്നത് പൊതുനിയമത്തെ അവർ പിച്ചിൻ ചെയ്തിരിക്കുന്നു. സ്കൂളുകളെ, ആശുപത്രികളെ, അഭയാർത്ഥി ക്യാമ്പുകളെ അവർ ബോംബിട്ട് തകർക്കുകയാണ്. 2023 ഒക്ടോബർ 7 ശേഷമുള്ള ആക്രമണത്തിൽ 58,000-ഓളം പേരെ ഇസ്രായേൽ വധിച്ചു. ഇതിൽ വലിയൊരു ശതമാനം കുട്ടികളും സ്ത്രീകളുമുണ്ട്. ഐക്യരാഷ്ട്രസഭ ഇടയ്ക്ക് പ്രമേയങ്ങൾ പാസാക്കുകയും പ്രസ്താവനകൾ ഇറക്കുകയും ചെയ്യുന്നുണ്ടെങ്കിലും അവക്കൊന്നും ഇസ്രായേൽ പുല്ലുവില പോലും കൽപ്പിക്കുന്നില്ല. ശാശ്വതമായ വെടിനിർത്തൽ പ്രമേയം UN രക്ഷാസമിതിയിൽ അമേരിക്ക ഒഴികെയുള്ള എല്ലാ രാജ്യങ്ങളും അംഗീകരിച്ചെങ്കിലും അമേരിക്ക വിറ്റോ ചെയ്തു. ഫലസ്തീനിലെ വെടിനിർത്തൽ പ്രമേയങ്ങൾക്കെതിരെ UN സെക്യൂരിറ്റി കൗൺസിലിൽ അമേരിക്ക പലതവണ വിറ്റോ അധികാരം ഉപയോഗിച്ചിട്ടുണ്ട്. ആക്രമണം തുടങ്ങിയതു മുതൽ അമേരിക്ക ഇസ്രായേലിനെ സൈനികപരമായും സാമ്പത്തികപരമായും നയതന്ത്രപരമായും സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇസ്രായേലിന് ഏറ്റവും വലിയ സൈനിക സഹായം നൽകുന്ന രാജ്യമാണ് അമേരിക്ക. അമേരിക്ക കൂടെയുണ്ടെന്ന വിശ്വാസമാണ് ഇസ്രായേലിനെ കൂടുതൽ അക്രമകാരികളും അഹങ്കാരികളുമാക്കുന്നത്. ഇസ്രായേലിൻ്റെ മൃഗീയമായ യുദ്ധവെറിക്കെതിരെ ലോക ജനതയുടെ പ്രതിഷേധം പലയിടങ്ങളിലായി കാണുന്നുണ്ടെങ്കിലും ഒറ്റപ്പെട്ട ശബ്ദങ്ങളായി മാറുകയാണ്. അമേരിക്ക, ഇസ്രായേൽ പോലുള്ള രാജ്യങ്ങളിൽ പോലും യുദ്ധത്തിനെതിരെ പൊതുജനങ്ങൾ രംഗത്തിറങ്ങി പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുന്നു. എന്നാൽ അതൊന്നും വിലപ്പോകുന്നില്ല. ചില രാഷ്ട്ര തലവന്മാരും യുദ്ധത്തിനെതിരെ പ്രതികരണവുമായി ഇടയ്ക്കിടെ രംഗത്ത് വരുന്നു. എന്നാൽ രാഷ്ട്ര നേതാക്കന്മാർക്കിടയിൽ നിന്നുയരുന്ന പ്രതിഷേധങ്ങൾക്കൊന്നും വേണ്ടത്ര ശക്തിയോ ചൂടോ ഇല്ല. ഒറ്റപ്പെട്ട പ്രതികരണങ്ങളുമായി അവ അന്തരീക്ഷത്തിൽ അലിയുകയാണ്. പരിഹാരമാവാതെ മുന്നോട്ട് പോകുന്ന ഓരോ ദിവസവും ഫലസ്തീന് നഷ്ടപ്പെടുന്നത് വിലപ്പെട്ട ജീവനുകളാണ്. അന്താരാഷ്ട്ര നിയമങ്ങളെയും മാനുഷിക മൂല്യങ്ങളെയും കാറ്റിൽ പരത്തിയാണ് ഇസ്രായേൽ സൈന്യം പീഡനമുറകൾ തുടരുന്നത്. സഹായവുമായി മുന്നോട്ട് വരുന്ന രാഷ്ട്രങ്ങളെയും സന്നദ്ധ സംഘടനകളെയും വഴിയിൽ തടയുകയാണ് ഇസ്രായേൽ സൈന്യം. ഗസയെ പട്ടിണിക്കിട്ട് കൊല്ലുന്ന ഇസ്രായേൽ കൊടും ക്രൂരതയിൽ മനംതൊന്ത് ഗ്രേറ്റ് തൻബർഗ് ഉൾപ്പെടെയുള്ള 12 ആക്ടിവിസ്റ്റുകൾ പുറപ്പെട്ട മദിനിൽ സഹായ കപ്പൽ ഗസയിലേക്ക് പ്രവേശിക്കാൻ അനുവദിക്കാതെ ഇസ്രായേൽ സേന പിടിച്ചെടുത്ത വാർത്തയുണ്ടായിരുന്നു. പട്ടിണിയിൽ പിടഞ്ഞു മരിക്കുന്ന കുഞ്ഞുങ്ങളടക്കമുള്ള ഫലസ്തീനികളുടെ വിശപ്പകറ്റാനുള്ള ഭക്ഷണവുമായാണ് കപ്പൽ ഗസ ലക്ഷ്യമാക്കി നീങ്ങിയിരുന്നത്. ഇതുപോലെ ഒറ്റപ്പെട്ടു വരുന്ന സഹായഹസ്തങ്ങളെ പോലും ഛേദിക്കുന്ന കൊടും ക്രൂരത തുടരുകയാണ്. യുദ്ധമായുധമാക്കി പട്ടിണിയെ ഉപയോഗപ്പെടുത്തുകയാണ് ഇസ്രായേൽ. മടങ്ങിപ്പോകുന്നതാണ് നല്ലതെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഭീഷണിപ്പെടുത്തിയിരുന്നെങ്കിലും ചങ്കൂറ്റത്തോടെ ഗ്രേറ്റ പ്രതികരിച്ചത് ഇങ്ങനെയാണ്: എന്ത് സംഭവിച്ചാലും ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അത് അവസാനിപ്പിക്കുന്ന നിമിഷം മനുഷ്യത്വം എന്നത് നമ്മിൽ നിന്ന് നഷ്ടമാകും. ഈ ദൗത്യം എത്ര അപകടകരമായാലും വംശഹത്യയോടുള്ള ലോകത്തിൻ്റെ മൗനമെന്ന അപകടത്തോട് അടുത്തു വരില്ല. ലോകം കുറ്റകരമായ മൗനത്തിലാണ്. ഒറ്റപ്പെട്ടു വരുന്ന പ്രതിഷേധ സ്വരങ്ങൾ പരിഗണിക്കപ്പെടുന്നേയില്ല. ഐക്യരാഷ്ട്രസഭ പോലും നോക്കുകുത്തിയായി മാറിയിരിക്കുന്നു. അവരിടയ്ക്കിടെ നടത്തുന്ന പ്രസ്താവനകൾ നീതിയുടെ പക്ഷത്താണ് തങ്ങളെന്ന് തെളിയിക്കാൻ കഷ്ടപ്പെടുമ്പോൾ ഉത്ഭവിക്കുന്നതാണ്. ലോക പോലീസ് ചമയുന്ന അമേരിക്കയുടെ സഹായം കിട്ടുന്ന കാലത്തോളം
അഹങ്കാരത്തിൻ്റെ ഉത്തുംഗതിയിൽ നിന്ന് ഇസ്രായേൽ പിറകോട്ടിറങ്ങില്ല. ഫലസ്തീൻ എന്ന ലോക ഭൂപടത്തിലെ കണ്ണീർ തുള്ളി ലോകരാഷ്ട്രങ്ങൾക്ക് തീരാ നോവായി അനുഭവപ്പെടുന്ന കാലം വരാൻ ഇനി എത്ര കാത്തിരിക്കണം? അതുവരെ ആ ജനത അവിടെ അവശേഷിക്കുമോ എന്നൊരു കൃത്യമായ, വളരെ മനസ്സിൽ തേങ്ങലോടെ വിങ്ങലോടെയൊക്കെ വായിക്കുന്ന ഒരു ലേഖനമാണിത്. ഇന്ന് ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന നരനായാട്ടിനെതിരെ കൃത്യമായി പ്രിയപ്പെട്ട നൗഷാദ് റഹ്മാനി മേൽമുറി എഴുതിയിട്ടുള്ള ആ ഒരു ലേഖനം, അത് നമ്മൾ വായിക്കുമ്പോൾ തന്നെ അതിൽ അടങ്ങിയിരിക്കുന്ന കാര്യങ്ങളും മറ്റുമൊക്കെ ഒരു നേർക്കാഴ്ചയായി നമ്മൾ സോഷ്യൽ മാധ്യമങ്ങളിലും മറ്റുമൊക്കെ നമ്മൾ കൃത്യമായി കണ്ടുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കേണ്ട നമ്മുടെ ലോകരാഷ്ട്രങ്ങളിൽ പലരും മൗനം വെടിഞ്ഞ് ഇതുമായി ബന്ധപ്പെട്ടൊക്കെ പ്രതികരിക്കാൻ തയ്യാറാവാത്തത് ഏറെ വിഷമത്തോടെയാണ് നമ്മളെപ്പോലുള്ള സാധാരണക്കാർ ഇതൊക്കെ കേൾക്കുമ്പോഴും കാണുമ്പോഴും നമ്മളൊക്കെ മനസ്സിൽ തട്ടുകയാണ്. ഏതായാലും ഒരു നല്ലൊരു നാളേക്കായി, ഗസയിലെ ഫലസ്തീനികൾക്കുള്ള നല്ലൊരു നാളേക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. പടച്ച തമ്പുരാൻ നല്ലൊരു നാളെയായി വളരെ സന്തോഷത്തോടു കൂടി ഭാവിയിൽ ജീവിതത്തിൽ മുന്നേറാൻ അവർക്ക് അള്ളാഹു ശക്തിയും സന്തോഷവും അവർക്ക് ആയുരാരോഗ്യ സൗഖ്യവും നൽകി അവരെ അനുഗ്രഹിക്കട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥനയോടെ ഇന്നത്തെ ഈ ഒരു ലേഖനം, ഗസ കുറ്റകരമായ നിസ്സംഗത എന്നുള്ള പ്രിയപ്പെട്ട നൗഷാദ് റഹ്മാനി മേൽമുറിയുടെ ഈ ലേഖനം ഇവിടെ പര്യവസാനിക്കുകയാണ്. ഇനിയും ഇതുപോലുള്ള ഏറ്റവും സുപ്രധാനമായ കണ്ടൻറ്റും മറ്റു ചരിത്രങ്ങളുമൊക്കെയായി വീണ്ടും ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുമെന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയിൽ പ്രിയപ്പെട്ട ഫലസ്തീനികളെ കൂടി ഉൾക്കൊള്ളിക്കണമെന്നുള്ള വസിയത്തോടു കൂടെ നിർത്തുന്നു. എല്ലാവർക്കും നന്ദി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.